എല്ലാ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ അറിയിച്ച പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾക്കും കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ നീട്ടിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെയും സ്ക്വാഡ് പ്രഖ്യാപിക്കാത്തത്. എന്നാൽ ഈ പ്രീ സീസൺ മത്സരങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാം എന്നുള്ളൊരു കാര്യം ആരാധകർ ചോദിക്കുന്നുണ്ട്. എങ്ങനെ കാണും എന്നൊക്കെയാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 85% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കും ഇനി വരാനായിട്ട് പോകുന്ന ഡ്യൂറൻ കപ്പിൻ്റെ അപ്ഡേറ്റ്സുകൾക്കൊക്കെയായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തന്നെ നമുക്ക് സൗജന്യമായി കാണാം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 സൂപ്പർ താരങ്ങൾ മാത്രമേ 4 വിദേശ താരങ്ങൾ മാത്രമേ പ്രീ സീസൺ മത്സരത്തിൽ ഉണ്ടാകൂ. ക്വാമെ പെപ്രെ, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണ, മിലോസ് ട്രിൻസിച്ച്, നൊവാസദോയ് എന്നീ താരങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വന്നത്. അതിൽ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരത്തിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകും എന്നുള്ളൊരു കാര്യം. എന്തായാലും ആരാധകർക്ക് ഇനി ആ മത്സരം കാണാൻ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ മത്സരം സംപ്രേഷണം ചെയ്യുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡും ഉടനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.